വിദേശ നാണ്യ കരുതൽ ശേഖരം ഇന്ത്യ സമ്പാദിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും സർക്കാരിന്റെ പിന്തുണയോടെ റിസർവ് ബാങ്ക് വഴിയാണ്. ഡോളർ, യൂറോ, പൗണ്ട്, സ്വർണം, IMF ആസ്തികൾ മുതലായവയിലാണ് RBI ഫോറക്സ് ശേഖരം സൂക്ഷിക്കുന്നത്. ഇന്ത്യയുടേത് ലോകത്തിലെ ഏറ്റവും വലിയ കരുതൽ ശേഖരങ്ങളിൽ ഒന്നാണ്. കയറ്റുമതി, സേവനം, വിദേശ ഇന്ത്യക്കാരുടെ പണമയക്കൽ, വിദേശ നിക്ഷേപം, വിദേശത്തു നിന്നുള്ള വായ്പ എന്നിവയാണ് ഫോറക്സിന്റെ പ്രധാന സ്രോതസ്സുകൾ. വൻതോതിൽ ഡോളർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ രൂപ ശക്തമാവുകയും കയറ്റുമതി മത്സരക്ഷമത കുറഞ്ഞതായി മാറുകയും ചെയ്യും. അപ്പോൾ രൂപയെ പ്രതിരോധിക്കാൻ RBI വിപണിയിൽ നിന്ന് അധിക ഡോളർ വാങ്ങുകയും കരുതൽ ധനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അടിയന്തര ദേശീയ സാഹചര്യങ്ങൾക്കുള്ളതായതുകൊണ്ട് സുരക്ഷ, പണലഭ്യത, മിതമായ വരുമാനം എന്നിവയാണ് RBIയുടെ മുൻഗണനകൾ. അതുകൊണ്ട് അവ നിക്ഷേപിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലെ ട്രഷറി ബോണ്ടുകൾ, സ്വർണം, വിദേശ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ തുടങ്ങിയ വളരെ സുരക്ഷിതമായ ആസ്തികളിലാണ്. രൂപയുടെ മൂല്യത്തകർച്ച, ഇറക്കുമതി, വിദേശ നിക്ഷേപകരുടെ പിൻവലിക്കൽ മുതലായവയിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഫോറക്സ് ശേഖരം ഉപയോഗിക്കുന്നത്. RBIയുടെ ഡോളർ വിൽപ്പന, ഉയർന്ന ഇറക്കുമതി, എണ്ണവില വർധന, വിദേശ നിക്ഷേപകരുടെ പിൻവാങ്ങൽ, ബാഹ്യകടം തിരിച്ചടയ്ക്കുക എന്നീ സാഹചര്യങ്ങളിൽ കരുതൽ ശേഖരം കുറയുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് കരുതൽ ശേഖരം ഭൗമരാഷ്ട്രീയ ഇൻഷുറൻസ്, ഉപരോധ സംരക്ഷണം, പ്രതിസന്ധി അതിജീവന ആസ്തി, നിക്ഷേപകരിൽ വിശ്വാസം വളർത്തുക എന്നീ വിവിധ തലങ്ങളിൽ ഉപയോഗപ്രദമാണ്.